സതീഷ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും ശരി, ഇനി എന്നെ ഈ ക്ലബിലേക്കും പാർട്ടിക്കും ഒന്നും വിളിക്കരുത്. എന്താ മോളെ, ഹൈ ലെവൽ സൊസൈറ്റിയിൽ ഇതൊക്കെ സാധാരണമാണ്. ഹൈ ലെവലിൽ നിങ്ങളും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. നീങ്ങ വാ, ഞാൻ പറയട്ടെ. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ തലയിടരുത്, എന്നെ വിട്ടേക്ക്. നിന്റെ ഇഷ്ടം. നീ ഈ വീട്ടിലെ വലിയ പണികളൊന്നും ചെയ്യണ്ട മോളെ. നിനക്ക് എന്താ ആവശ്യമുള്ളതെന്ന് പറ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നിന്റെ പ്രസവം കഴിയുന്നവരെ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഗോപിയോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേക്കുന്നേ, എനിക്കിപ്പോ ഒന്നും കഴിക്കണമെന്നില്ല. നീ കഴിക്കുന്നതെല്ലാം കുഞ്ഞിന് വേണ്ടിയല്ലേ മോളെ. നിനക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് കുങ്കുമപ്പൂവാ, പാലിൽ ചേർത്ത് കഴിക്കണം. കുഞ്ഞിന് നല്ല കളർ കിട്ടും. ആൺകുഞ്ഞാ വരാൻ പോകുന്നത്. വയറ് ചെറുതായിരുന്നാൽ ആൺകുഞ്ഞാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഗോപി പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ആട്ടെ, അവിടെ വെച്ചേക്കുന്നേ, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. എപ്പോഴും റെസ്റ്റ് മാത്രം എടുത്താൽ നന്നാവില്ല. എനിക്കൊരു ആൺകുട്ടിയെ തന്നാൽ നിനക്ക് ഞാൻ നല്ലൊരു പ്രസന്റേഷൻ തരാം. എനിക്കൊന്നും വേണ്ട, ഒന്ന് ഉപദ്രവിക്കാതിരുന്നാ മതി. ഞാൻ ചെറുപ്രായത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിട്ടാ. അതിനു വേണ്ടിയെങ്കിലും നീ ഒരു ആൺകുട്ടി താ. അതിനുശേഷം എത്ര പെണ്ണാലും കുഴപ്പമില്ല. ഏയ്, എന്താ ഇത്രയായിട്ടും ദേഷ്യം മാറിയില്ലേ? എന്താടി ഇങ്ങനെ? ഏയ് വിട് സതീഷ്, എനിക്കിപ്പോ മൂടില്ല. നിനക്കെങ്ങനെയാ മൂഡ് വരുത്തേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഗ്ലൂക്കോസ് ഡി. ഇത് പാലിൽ കലർത്തിയിട്ട് ഇപ്പം കൊണ്ടുവരാം. ഓക്കെ? അയ്യോ, ചേച്ചി, ചേച്ചിയേ. ചേച്ചിക്ക് എന്തു പറ്റി? അസുഖം വല്ലതും ഉണ്ടോ? എന്താ ഒരു വല്ലായിക? അസുഖം ഉണ്ടെങ്കിൽ തന്നെ മരുന്നൊന്നും കഴിക്കില്ലേ? മരുന്ന് കഴിച്ചാൽ മാറുന്ന രോഗമല്ല. അതെന്ത് രോഗ? ഞാൻ ഗർഭിണിയാ. എന്റെ ഗുരുവായൂരപ്പാ, അതിനെന്തിനാ വിഷമിക്കുന്നേ? ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതെന്നെ കൊല്ലാൻ വന്നതാണോ എന്തോ? അത്രയ്ക്ക് പേടിയാണെങ്കി അതങ്ങ് അലസിപ്പിച്ചാ മതിയല്ലോ. അതിന് അദ്ദേഹം സമ്മതിക്കണ്ടേ? ചേച്ചി സമ്മതിച്ചാ അതിന് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. എന്താ അത്? ഇവിടെ ആരുമില്ല, പറയാ. എന്റെ പരിചയത്തിൽ ഒരു മുത്തശ്ശിയുണ്ട്. അവര് ചേച്ചിക്ക് നാട്ടുമരുന്ന് തരും. ആ മരുന്ന് കഴിച്ചാ ഗർഭം സത്യാണോ? അവര് തരുന്ന നാട്ടുമരുന്ന് കഴിച്ചാ യാതൊന്നും അറിയണ്ട, ഒരു കുഴപ്പവും ഇല്ലാതെ ഗർഭം അലസിപ്പൊക്കോളും. എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം. ആ മരുന്ന് എനിക്ക് വാങ്ങിത്തരുമോ? അവരത് ആരുടെ കയ്യിലും തരില്ല, അവര് തന്നെ വന്നു തരും. നീ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. പേടിക്കാതെ കുടിച്ചോളൂ. മധുരം ഉണ്ടാവോ? മധുരം ഉണ്ടാവാനായി അതില് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മൂക്ക് പിടിച്ചിട്ടങ്ങ് കുടിച്ചോ.
കുടിച്ചോളൂ. കുടിച്ചോളൂ മോളെ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതാ. കുടിച്ചോളൂ. ഹലോ. ഹലോ സതീഷ്, എനിക്ക് ഭയങ്കര എന്തു പറ്റി? വയറുവേദനിക്കുന്നു. താങ്ങാൻ പറ്റുന്നില്ല. വേഗം വരും, എനിക്ക് വയ്യ. വേഗം വരണം. അയ്യോ സതീഷ്. ലീല, എന്തു പറ്റി? ലീലയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? മരിച്ചില്ല. ഡോക്ടർ, നിങ്ങൾ പഠിച്ച മനുഷ്യനല്ലേ. അവൾക്ക് പ്രഗ്നൻസി വേണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബോർഷൻ ചെയ്യായിരുന്നല്ലോ. കൈ കിട്ടിയ നാട്ടുമരുന്നൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഭവിഷ്യത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർക്ക് അറിയില്ല. എന്നെ അറിയിക്കാതെ ലീല എന്തെങ്കിലും നാട്ടുമരുന്ന് കഴിച്ചായിരിക്കും. പ്ലീസ് ഡോക്ടർ, പ്ലീസ് ലീല എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ, പ്ലീസ്. വിഷമിക്കണ്ട, ലീലയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ സിറ്റുവേഷനിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും. ഡോക്ടർ, അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും. കുട്ടികളുണ്ടായില്ലേലും എനിക്ക് അവളെ ജീവനോടെ കിട്ടിയാൽ മാത്രം മതി ഡോക്ടർ. ഡോണ്ട് വറി, ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ലീല, സ്റ്റിച്ചസ് എടുത്താ നിനക്ക് വീട്ടിൽ പോവാം. എപ്പോഴാ എടുക്കുക? 2 ദിവസത്തിനുള്ളിൽ എടുക്കാം. സതീഷ് വന്നില്ലേ? വന്നിട്ടുണ്ട്. ഇപ്പോഴാ ഇവിടുന്ന് പോയത്. വൈകിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലീലെ, ഒരു ഡോക്ടർ എന്നതിലുപരി ഒരമ്മയായിട്ട് നിന്നോട് ചോദിക്കുക, സതീഷിനോട് നിനക്ക് ഇഷ്ടമില്ലേ? ആന്റി, എന്താ അങ്ങനെ ചോദിച്ചത്? പിന്നെന്തിനാ സതീഷിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ലീല നടന്നത്? അമ്മയാകാൻ നിനക്ക് ഇഷ്ടമില്ലേ? പ്രസവിക്കാൻ നിനക്ക് ഭയമുണ്ടോ? ഞാൻ വിചാരിക്കുന്നു നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. ആരംഭത്തിൽ തന്നെ നീ അതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് വളരെ പ്രശ്നമാവും. അത് എനിക്ക് പ്രസവെന്ന് വെച്ച പേടി ആന്റി. അതിനെന്താണ് കാരണമെന്ന് എനിക്കറിയണം. എനിക്ക് നാട്ടിലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു. അവള് പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നപ്പോ ഞാൻ കാണാനായി പോയിരുന്നു. ഞാൻ കാണാൻ ചെന്ന സമയത്ത് അവൾക്ക് പ്രസവ വേദന തുടങ്ങിയത്. ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്കും
ഈ വിവരം നീ അന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാമായിരുന്നു. ഇപ്പൊ അത് ചെയ്തൂടെ ആന്റി? ഇനി എടുത്തിട്ടും പ്രയോജനമില്ല. ലീല ഇനി ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടും ഇല്ലെങ്കിലും ഒരു പ്രയോജനമില്ല. പക്ഷേ അപകടം സംഭവിച്ചില്ലേ? എന്താ ആന്റി? ഇനി നീ പ്രസവത്തെ കണ്ട് പേടിക്കണ്ട ആന്റി, അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സെപ്റ്റിക് ആയതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു. ആന്റി, ഞാൻ എന്ത് പാപമാ ചെയ്തത് ആന്റി? ഐ എം സോറി. മനസ്സ് ധൈര്യപ്പെടുത്തിക്കോ മോളെ. നമ്മുടെ കയ്യിലൊന്നുമില്ല. സതീഷിന് ഇതറിയാമോ ആന്റി? സതീഷിന്റെ പെർമിഷൻ വാങ്ങാതെ ഈ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്തു പോയി. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്കൊരു അവകാശം ഇല്ലാതാക്കി. ഇപ്പൊ ആലോചിച്ചിട്ടെന്താ കാര്യം? ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ട് ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനുഭവിക്കുക തന്നെ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേക്ക്. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താൽ എന്താ? സ്വന്തം രക്തത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് വല്ലവന്റെയും കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനായിട്ട് ഞാനെന്താ വിഡ്ഢിയാണോ? എന്റെ സ്വത്ത് അനുഭവിക്കാനായിട്ട്, എന്റെ വംശം നിലനിർത്തുവാനായിട്ട് എന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത്. നടന്നതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നടന്നതിനെല്ലാം ഞാനാണോ കാരണം? നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ അനുഭവിച്ചേ പറ്റൂ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും.